ഗൈസ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ പേര് ഓൺ ടാസ്ക് എന്നാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗോ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ ഫസ്റ്റ് വരുന്ന ലോഗിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പോൾ കൊടുക്കേണ്ടത് ന്യൂ യൂസർ. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂ യൂസർ ക്രിയേറ്റ് അക്കൗണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, റെഫറൽ കോഡ് എല്ലാം കൊടുക്കാൻ കാണിക്കും. അവിടെ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, പാസ്വേഡ്, റെഫറൽ കോഡ് ഇതെല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, അതേപോലെ തന്നെ പാസ്വേഡ്, പിന്നെ റെഫറൽ കോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന അതേ റെഫറൽ കോഡാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതായത് 209527. അപ്പോൾ നമ്മുടെ ഈ റെഫറൽ കോഡ് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ റെഫറൽ കോഡ് വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യാൻ. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രോസഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോഡാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഗ്രീൻ കളറിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇമെയിൽ IDയും പാസ്വേഡും കാണാൻ സാധിക്കും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഒരു ഇൻ്റർഫേസിലോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് gamescope.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണുന്നിരിക്കും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. ഫസ്റ്റ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഡെയിലി ലോഗിൻ ചലഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 7 ഡേ ലോഗിൻ ചലഞ്ച്. ഫസ്റ്റ് നിങ്ങൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ നിങ്ങൾ നേരെ സൺഡേയിൽ വരിക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. സൺഡേയിൽ അപ്പോൾ 50 കോയിൻ നമുക്ക് ഇതിന് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കളക്ട് കോയിൻ എന്ന് പറഞ്ഞൊരു പൂട്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ചെക്കിൻ ആൾറെഡി ക്ലെയിംഡ് എന്ന് പറഞ്ഞ് കാണിക്കുക ഒരു ഗ്രീൻ കളറ് ടിക്ക് മാർക്കും വരും. അപ്പം ഗൈസ്, ഇനി നമുക്കിതിൽ ഡയറക്റ്റ് ആയിട്ടില്ലേ വിഡ്രോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇത് മണി ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലാണ്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഈ ഗെയിംസ് എല്ലാം കളിച്ചും അതേപോലെ നിങ്ങൾക്ക് ഇത് ഒരുപാട് ക്യൂസ് ഉണ്ട്. അതേപോലെ ആ ക്യൂസുകളെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തും നിങ്ങൾക്ക് മണി ഏൺ ചെയ്യുന്നത്. അപ്പം ഓരോ ക്യൂസും നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിൽ വിജയിക്കും. നമുക്ക് എത്ര കോയിനാണ് കിട്ടുന്നതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഓരോ ക്യൂസിനും 10,000 കോയിൻ, അതേപോലെ നമുക്ക് 100 രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ പ്രൊഫൈൽ എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ്, നിങ്ങൾ സൈൻ അപ്പ് ബോണസായിട്ട് നിങ്ങൾക്കൊരു വാലറ്റിൽ നിങ്ങൾക്കൊരു 200 കോയിൻ കാണാൻ സാധിക്കും. നിങ്ങൾ നേരെ ഒന്ന് റെഡീം എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗോ ടു ഓഫർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ നിൽക്കും. ഇതിലേതെങ്കിലും ഒരു ഓഫർ നിങ്ങൾ ക്ലെയിം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെയായി 200 കോയിൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങളിവിടെ ഓഫർ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കാണിച്ചിരുന്ന കുറേ ആപ്ലിക്കേഷൻ കാണിച്ചിരിക്കും. ഇതിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്താവൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാണാൻ സാധിക്കും സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറയുന്നൊരു ഗെയിം. അപ്പോൾ നമ്മൾ അതൊന്ന് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ടൈംസ് അവർ വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ വെരിഫൈ ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇത്രയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അതിനായിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി ക്രോമിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റീലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. വേറെ ആപ്ലിക്കേഷനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്രോം ബ്രൗസറിലേക്കായിരിക്കും പോകുന്നത്. പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോകുന്നത്. ഇത് സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ക്രോം ബ്രൗസറിലോട്ട് പോയത്. അതിന് ശേഷം നിങ്ങളൊരു ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നുള്ളൊരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഗൈസ് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഒരു ലോഗോയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട് ഗൈസ്. അതിനുശേഷം നിങ്ങളിതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചോ അത് വെച്ച് ജിമെയിൽ വെച്ചോ നിങ്ങൾക്കൊരു ഇതിനകത്ത് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. ഗൈസ് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മൾ ആ OTP ഒന്ന് എൻ്റർ ചെയ്തിട്ട് വെരിഫൈ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഇതിലെ ഒരു അക്കൗണ്ട് സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു പേര് എൻ്റർ ചെയ്യാനായിട്ട് വരും. അവിടെ നിങ്ങളുടെ പേരൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇംഗ്ലീഷ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഗൈസ് അപ്പോൾ നമ്മൾ ക്ലെയിം ബോണസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കും പ്ലേ ഓൺലൈൻ എന്ന് പറഞ്ഞ് അപ്പോൾ സൈൻ അപ്പ് ബോണസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത് നമ്മൾ വലിയ മൈൻഡ് കൊടുക്കണ്ട. നമ്മുടെ മറ്റേ ആപ്ലിക്കേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ട. ആ പ്രകാരമാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുക. നമ്മൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എക്സെറ്റ് എന്നുള്ളത് കാണിക്കുക. അവിടെ നിങ്ങൾ എസ് എന്നുള്ളത് കൊടുക്കുക. ശേഷം നിങ്ങളിവിടെ വെരിഫൈ ഓഫർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി ഗൈസ്. നിങ്ങൾ വെരിഫൈ ഓഫർ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓഫർ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത് നമ്മൾ 2 വട്ടം ബാക്ക് പോയതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ആയത്. ഗൈസ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൊടുത്തപ്പോഴത്തേന് നമ്മുടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് ഗ്രീൻ ടിക്ക് വന്നത് സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഇൻസ്റ്റാളിങ് ഒക്കെ. അപ്പം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളിടത്ത് രജിസ്റ്റർ എന്നുള്ളിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം അക്കൗണ്ടിൽ 2 മിനിറ്റ് നമ്മളൊന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ ആപ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ടാസ്ക് പ്രകാരം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു 1 മിനിറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഗ്രീൻ ടിക്ക് വരും. അതിന് ശേഷം നിങ്ങൾക്ക് മൂന്നാമതായിട്ട് വെരിഫൈ ഓഫർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ഗെറ്റ് റിവാർഡ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ടൊന്ന് ലോഡ് ആവുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് 150 കോയിൻ ക്ലെയിംഡ് അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ടിക്ക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങുക ഗൈസ്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ബാക്ക് ഇറങ്ങുക. അതിനുശേഷം നമ്മളൊന്ന് നേരെ പ്രൊഫൈലിൽ ചെല്ലുക. റെഡീം എന്നുള്ളിടത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത്, അതായത് പേടിഎം ഉണ്ട്, അതായത് നമ്മുടെ ഗൂഗിൾ പേ ഉണ്ട്, അതേപോലെ ഫ്രീ ഫയർ ഉണ്ട്, പേപാൽ ഉണ്ട്, അങ്ങനെ UPI ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിരവധി സ്ഥലങ്ങളിൽ ഇത് റെഡീം ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം കൊടുക്കുന്നത് പേടിഎം ആണ്. അതിന് നമ്മളിവിടെ പേടിഎം സെലക്ട് ചെയ്യുന്നു. അപ്പം ജസ്റ്റ് ഒരു ആഡ് വരും നിങ്ങൾക്ക്, അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആഡ് ക്ലോസ് ചെയ്ത് അപ്പം നിങ്ങളുടെ പേടിഎം നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ കാണിക്കും. അവിടെ നിങ്ങളുടെ പേടിഎം നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്താൽ ഗൈസ്. അപ്പോൾ അവർ ഇവിടെ പറയുന്നുണ്ട് 200 കോയിൻ എന്നുള്ളത് 1 രൂപയായിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗൈസ് നമ്മൾ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് റെഡീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ കാണിക്കും റിവാർഡ് റിക്വസ്റ്റ് സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാൻ്റായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് 24 മണിക്കൂറിനകം നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവർ നമുക്കിപ്പോൾ ഇൻസ്റ്റാൻ്റായിട്ട് പേയ്മെൻറ്റ് റിസീവ് ആകുന്നുണ്ട്. ഇനി നമുക്ക് പേയ്മെൻറ്റ് പ്രൂഫ് ഒന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും 1 രൂപ ഇവിടെ റിസീവ് ആയിട്ടുള്ളൂ. നമ്മൾ വിഡ്രോ ചെയ്ത് അപ്പോൾ തന്നെ റിസീവ് ആയി. നിങ്ങൾക്കിവിടെ ഡേറ്റ് നോക്കിയാൽ കാണാം 11, അതായത് ഇന്ന് രാവിലെ
റിസീവ് ചെയ്ത പേയ്മെൻറ്റ് നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൻ്റായിട്ട് റെഡീം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്തോളൂ. അപ്പോൾ ഇപ്പം കറക്റ്റായിട്ട് ഇൻസ്റ്റാൻ്റായിട്ട് ഇപ്പം പേയ്മെൻറ്റ് തരുന്നുണ്ട് ഗൈസ്. ഇവർ കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ 24 hours നമുക്ക് പേയ്മെൻറ്റ് തരുമെന്ന്. പക്ഷേ നമുക്ക് ഇൻസ്റ്റാൻ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിൽ ടാസ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇൻസ്റ്റാൻ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട, എന്തായാലും പേയ്മെൻറ്റ് കിട്ടും. പേയ്മെൻറ്റൊക്കെ പക്കയാണ്, ഉറപ്പാണ്. നമുക്കിവിടെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയും ബൈ.